ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടറുടെ കാരണം കാണിക്കൽ നോട്ടീസിലെ ആരോപണം തള്ളി BLO അസ്ലം. ആകെയുള്ള 984 വോട്ടർമാരിൽ 390 പേർക്ക് മാത്രമാണ് ഫോം നൽകിയതെന്നായിരുന്നു ആരോപണം. എന്നാൽ ഈ ആരോപണം തെറ്റാണെന്നും 500-ലധികം ആളുകൾക്ക് ഇതുവരെ എന്യൂമറേഷൻ ഫോം നൽകിയിട്ടുണ്ടെന്നും അസ്ലം വ്യക്തമാക്കുന്നു. ഡാറ്റ കൃത്യമായി ലഭിക്കാത്തത് സാങ്കേതിക തകരാർ കാരണമാണെന്നും വിശദീകരണം. ഇംതിയാസ് കരീം വിവരങ്ങളുമായിട്ടുണ്ട്. ഇംതിയാസ്, ഈ BLOമാരുടെ ഫോം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ആകെ കുറെ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമുണ്ട്. അതിനിടയിലാണ് ഈ കാരണം കാണിക്കൽ നോട്ടീസ് BLOയ്ക്ക് ലഭിക്കുന്ന ഒരു പശ്ചാത്തലം ഒക്കെ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം വിശദീകരിക്കുന്നത് എന്താണ്, എവിടെയാണ് ഈ പിഴവ് സംഭവിച്ചത്? അക്ഷയ, തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് ഡെപ്യൂട്ടി കളക്ടർ ഈ PWDയിലെ സീനിയർ ക്ലർക്കായിട്ടുള്ള BLOയുടെ ചുമതലയുള്ള ഈ അസ്ലമിന് നോട്ടീസ് നൽകിയിരുന്നത്. ആ നോട്ടീസിൽ ഇപ്പോൾ ഒരു വിശദീകരണം അസ്ലം തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ പറയുന്ന ആരോപണങ്ങൾ, അതായത് സബ് കളക്ടർ കണ്ടെത്തിയ മുഴുവൻ ആരോപണങ്ങളെയും അസ്ലം തന്നെ തള്ളുകയാണ്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് താൻ കൊടുത്തിരിക്കുന്നത് 396 ഫോം മാത്രമല്ല, 500-ലധികം ഫോമുകൾ ഇതിനോടകം വിതരണം ചെയ്തിട്ടുണ്ട്. അത് ഡാറ്റ കൃത്യമായി ലഭിക്കാത്തത് കൊണ്ടാണ് ഒരു കൃത്യമായ കണക്ക് ഒരു പക്ഷേ അവിടെ കാണാത്തത് എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ 96-ാം വാർഡിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയാണ് തൻ്റെ അസ്ലമിൻ്റെ വീടുള്ളത്. ഈ 96-ാം വാർഡിലെ ചുമതല തനിക്ക് ഒഴിവാക്കി തരണമെന്ന് 6 മാസം മുൻപ് അപേക്ഷ നൽകിയിരുന്നു. അതിൽ ഒരു തീരുമാനം കളക്ടർ എടുത്തിട്ടില്ല. അതോടൊപ്പം തന്നെ പറയുന്നത്, ഈ വാർഡിലുള്ളവരെല്ലാം സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അതായത് രാവിലെ ജോലിക്ക് പോയി വൈകിട്ട് വീട്ടിലെത്തുന്നവരാണ്. എന്നിട്ടും രാത്രി 9 മണി വരെയൊക്കെ ഫോം വിതരണം ചെയ്യുന്ന നടപടികളുമായിട്ട് താൻ ആ വാർഡിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് 500-ലധികം ആളുകൾക്ക് ഫോം വിതരണം ചെയ്തിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വിശദീകരണ കുറിപ്പിൽ അസ്ലം പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ഇതിൽ കളക്ടറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്ന ഒരു നടപടി എന്ന് പറയുന്നത്, സാധാരണ അതായത് ഈ SIR ഫോം നൽകുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് 4/11/2025 മുതൽ 4/12/2025 വരെയാണ് സമയം നൽകിയിരിക്കുന്നത്. ഒരു മാസം സമയം ഈ എന്യൂമറേഷൻ ഫോം നൽകാൻ വേണ്ടിയിട്ട് സർക്കാർ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ദിവസമൊക്കെ പൂർത്തിയാകാൻ ഇനിയും ഒരുപാട് ദിവസങ്ങൾ ബാക്കിയുള്ളപ്പോഴാണ് ഇങ്ങനെ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് ഇദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. കളക്ടറുടെ മുൻപാകെ ഹാജരാകണമെന്നും വിശദീകരണം നൽകണമെന്നുമായിരുന്നു ഡെപ്യൂട്ടി കളക്ടർ പറഞ്ഞിരുന്നത്. അതിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ BLOമാർക്ക് നല്ല രീതിയിൽ തന്നെ പ്രഷറുണ്ട്, നല്ല സമ്മർദ്ദം, ജോലി സമ്മർദ്ദം ഇവർ അനുഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് മനസ്സിലാവുന്നത്. അതോടൊപ്പം കളക്ടർ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളെയും തള്ളുകയാണ്. താൻ ഉന്നയിച്ച ആവശ്യങ്ങളൊന്നും കളക്ടർ അംഗീകരിച്ചില്ല എന്നുള്ളത് കൂടെയാണ് ഈ BLO വിശദീകരണം. കളക്ടറുടെ നിലവിലുള്ള ഈ കാരണം കാണിക്കൽ നോട്ടീസിലെ തന്നെ ആരോപണങ്ങളെ തള്ളിയാണ് ഇപ്പോൾ BLO രംഗത്തെത്തിയിരിക്കുന്നത്.